നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ചിരിയിൽ വളരെ പുച്ഛത്തോടുകൂടി ഒതുക്കിയിരിക്കുകയാണ്. എനിക്കൊരു സംശയം, ആ ചിരിക്കകത്തും ചില അപകടം പതിയിരിക്കുന്നുണ്ടോ എന്ന്. അത് പിണറായി വിജയൻ ആയതുകൊണ്ടാണ്. നല്ല ഒന്നാം തരം തന്ത്രങ്ങൾ ഉള്ള ആളാണ്. അതുകൊണ്ട് അത് ആ ചിരി സൂക്ഷിക്കണം. ശബരിമല വിഷയമൊന്നും ബാധിച്ചിട്ടില്ല. അത് BJPയും കോൺഗ്രസ്സുകാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. നോക്കണേ, ശബരിമലയെ തൊട്ട് പൊള്ളാവുന്നത്രയും പൊള്ളി നിൽക്കുമ്പോഴും അതെ, ഇത്തരത്തിലുള്ള പറച്ചിലാണ് നടത്തുന്നത്. അപ്പോൾ എന്തോ ചില നീക്കം പിണറായി വിജയൻ നടത്തുന്നുണ്ട്. മൂന്നാം വട്ടം വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഇനിയിപ്പോൾ. അത് ശരിയാണ്. പുള്ളിക്ക് പത്രക്കാരുടെ ഇടയിൽ നമുക്കിപ്പോൾ ഫ്ലഡ് നടന്ന സമയം അറിയാം. നല്ല ദേഷ്യം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചിരി. 3 ഹാ പറയും, കൂടുതൽ ഹാ വരില്ല. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് ദേഷ്യവും പുള്ളി സൂക്ഷിക്കുന്ന എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പത്രക്കാരുടെ ഇടയിൽ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് പത്രത്തിൻ്റെ ഇടയിലും മീഡിയയുടെ ഇടയിലും ഒരു ദേഷ്യം വരുന്നുള്ളതുകൊണ്ടാണ് ചിരിയിൽ ഒതുക്കി അങ്ങ് പോകുന്നത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ശബരിമലയെ സംബന്ധിച്ച് പാട്ട് നിർണായക ശക്തിയായി. പോറ്റിയെ കേറ്റിയെ, ആ പാട്ട് നിർണായകം ജനസ്വാധീന മനസ്സുകളിലേക്ക്, പ്രത്യേകിച്ച് ശാസ്താവിശ്വാസികളായ അമ്മമാരുടെ മനസ്സുകളിൽ അത് പോയി. 2, ഈ അദ്ദേഹം ചെയ്ത ആ ലാസ്റ്റ് സമയത്തുള്ള പ്രഖ്യാപനങ്ങൾ, അത് ഇലക്ഷൻ തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ്. 2000 രൂപ 1400 പിന്നെ 2000 ആക്കിയതും ബാക്കി ചെറിയ പെൻഷനുകൾ കൂട്ടിയതും എല്ലാം. പക്ഷേ അതിനു മുമ്പേ വിജയാനന്ദയുടെ ആലോചിച്ച് നോക്ക്, എത്രയോ കാലം സെക്രട്ടേറിയറ്റിൽ ആശ സമരം നടന്നു. അതെ, അവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് പല പ്രാവശ്യം കണ്ടിട്ടും അദ്ദേഹം ഒരു ചില്ലി കാശ് കൂട്ടുവാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം അബദ്ധങ്ങളിലേക്കാണ്. പുള്ളി 2 വണ്ടി ഉണ്ടായിരുന്നിട്ട് പോലും 1,30,00,000 രൂപയ്ക്ക് പുതിയ വണ്ടി വീണ്ടും എടുത്തു. പല ഉദ്യോഗസ്ഥന്മാരുടെ DAകൾ വീണ്ടും കൂട്ടി. അപ്പം ഇതെല്ലാം NGO യൂണിയൻ്റെ ഒരു സപ്പോർട്ടും വീണ്ടും അവർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഒരു കുഴപ്പവുമില്ല. തിരുവനന്തപുരവും കൊല്ലവും കമ്മ്യൂണിസ്റ്റ് കോട്ട കൊത്തളങ്ങളിലാണ് അവർക്ക് അങ്കലാപ്പിൻ്റെ അലയടികൾ സൃഷ്ടിച്ചു കൊടുത്തത്. 16 കൗൺസിലറൊക്കെ കശുവണ്ടി തൊഴിലാളി മേഖലകളിൽ സാധാരണക്കാരുടെ ഇടയിൽ കൊല്ലത്ത് BJPക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. അതുപോലെ തിരുവനന്തപുരത്ത് എത്രയോ കാലം കൊണ്ട് ഭരിക്കുകയും അവരുടെ കേഡർ നേതാക്കൾ MLA മാർ MP മാർ എല്ലാം വസിക്കുന്നതും തിരുവനന്തപുരത്താണ്. അവിടെ അവർ മുഖ്യധാരയിലേക്ക് കാണിച്ച മേയർ സ്ഥാനാർത്ഥികളെയെല്ലാം ജനങ്ങൾ പുച്ഛത്തിൽ തള്ളിയാണ് BJP 50 സീറ്റിലേക്ക് വന്നത്. അപ്പോൾ ഇത് നോക്കുമ്പം ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഏകാധിപതിയാണ്, ഞാൻ തന്നെ PBയും ഞാൻ തന്നെ CCയും ഞാൻ തന്നെ സ്റ്റേറ്റും എന്നുള്ള ഒരു അഹംഭാവത്തിന് കൊടുത്ത മറുപടി ഇന്ന് സ്റ്റേറ്റിലെ നേതാക്കൾ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു പശ്ചാത്താപവും കുറ്റബോധവും ഉള്ളത് കൊണ്ടാണ് പത്രക്കാർ ചോദിക്കുമ്പോഴെല്ലാം പറഞ്ഞങ്ങ് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി, പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ ഞാൻ എൻ്റെ വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതാണ് പലർക്കും കുറ്റമായി കാണുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാളെ അത്ര ചെറുതായിട്ട് കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ എന്തുകൊണ്ട് വണ്ടിയിൽ കയറ്റിയെന്നും കൂടെ ഇരുത്തി എന്നുള്ളതും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. തീർച്ചയായിട്ടും അതിനൊരു ഉദാഹരണമാണ് അവരുടെ തന്നെ മറ്റേ ഒരു ചങ്ങലയൊക്കെ ചെയ്തല്ലോ അവിടെ സാംസ്കാരിക വനിതാ മതിൽ. അത് കഴിഞ്ഞിട്ട് സാംസ്കാരിക നായകന്മാരെയും സമുദായ നേതാക്കളെയും കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷേ ഇതിലൊക്കെ ഉണ്ടായിരുന്ന പുന്നല ശ്രീകുമാർ മാറിപ്പോയി. അതെ, പിന്നോക്ക ദളിത് മേഖലയിലുള്ള ആൾക്കാരെയും അതുപോലെ അതർ ബാക്ക്വേർഡ് കാസ്റ്റായവരെയും ഉൾപ്പെടുത്തി, ബ്രാഹ്മണ സഭ തുടങ്ങിയ 1-2 നേതാക്കളെ ഉൾപ്പെടുത്തി അവരൊരു സാംസ്കാരികമായ രീതിയിൽ ഉണ്ടാക്കിയത് വിള്ളൽ തന്നെ 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കമ്മിറ്റിയിൽ നിന്ന് പലരും രാജിവെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മതങ്ങളോടുള്ള പ്രീണനം മറ്റുള്ള ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വന്നു. 2, അദ്ദേഹം ചെയ്തിട്ടുള്ള നിലപാടുകൾ, മാർക്സിസ്റ്റ് പാർട്ടി ഒരു കേഡർ സ്വഭാവമുള്ളതാണ്. അവർക്ക് PB ചർച്ച ചെയ്യും, അത് കഴിഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റി CC ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് സംസ്ഥാന സമിതി തീരുമാനിക്കും. പക്ഷേ ഇതിന് ഉപരിയെല്ലാം
പാർട്ടിയുടെ നേതാവിനപ്പുറം CM എന്നുള്ള നിലയിൽ പുള്ളി അധികാര കേന്ദ്രം പുള്ളിയുടെ കയ്യിലായി എന്നുള്ള തോന്നൽ വന്നു. അതുകൊണ്ടാണ് ഇത്രയും കോടി മുടക്കി അയ്യപ്പ സംഗമം ഇവർ ചെയ്തത്. ഇതേതോ ഒരു അറിവില്ലാത്ത താന്ത്രികതയിലുള്ളവർ പറഞ്ഞു കൊടുത്തതാണ്. ഇത്രയും മുതലവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അയ്യപ്പ കോപം വരും. അപ്പോൾ എല്ലാ ആൾക്കാരെയും കൂടി വിളിച്ചൊരു സംഗമം ചെയ്ത്, എവിടെയും നമ്മൾ പണ്ടത്തെ പുരാണങ്ങൾ പറഞ്ഞിട്ടില്ലേ, ബ്രാഹ്മണർക്ക് വസ്ത്രവും കൊടുക്കുക, അന്നവും കൊടുക്കുക, നമുക്ക് ചെയ്ത പാപം കിട്ടുമെന്ന്. അതുകൊണ്ട് ഏതോ ഉടുക്ക് ജ്യോത്സ്യന്മാർ ഉപദേശിച്ചു കൊടുത്തു, ഇത്രയൊക്കെ അവിടെ ചെയ്തെങ്കിൽ നാളെ ധർമ്മശാസ്ത്ര കോപം വരാതിരിക്കണമെങ്കിൽ കുറേ ഒരു സംഗമം അവിടെ ചെയ്ത് കുറേ സ്റ്റേറ്റിലുള്ളതും ആൾക്കാരെയും വരുത്തി കുറച്ച് പേർക്ക് ഭക്ഷണവും നല്ല രീതിയിലുള്ള ഹൈ പ്രൊഫൈൽ ഭക്ഷണവും കൊടുത്താൽ സാറിന് ആ ദോഷം വരില്ല എന്ന് ആരോ ഉപദേശിച്ചു കൊടുത്ത മണ്ടത്തരത്തിൻ്റെ ഒരു ഇതിലാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത്. ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് ഇപ്പം ജനങ്ങൾക്കത് തിരഞ്ഞെടുപ്പിൽ ബാധ്യമാണ്. അയ്യപ്പ സംഗമവും നടത്തേണ്ട പിന്നിലുള്ള ചേതോ വികാരം അവിടുത്തെ സ്വർണ്ണപ്പാളികൾ എടുത്തിട്ട് ചെമ്പാക്കി വച്ച് പൈസ അടിച്ചേണ്ട ഒരു ഭാഗം, കോവിലിൽ നിന്ന് കുറേ പൈസ എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാശുകൾ അടിച്ച് മാറ്റിയിട്ട് അവിടെ തന്നെ കുറച്ച് കാര്യം ചെയ്യുമ്പം ശാസ്താവ് പുറക്കുമെന്നൊരു വ്യാമോഹം പുള്ളിക്കുണ്ടായതാണ്. അപ്പോൾ ഈ ശബരിമലയിലുള്ളതും ഇദ്ദേഹം ലാസ്റ്റ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും അത് കഴിഞ്ഞിട്ട് കേന്ദ്രം ഏകദേശം കേരളത്തിനൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ബാന്ധവം മാറ്റിവെക്കുവാൻ പത്രക്കാരുടെ ഇടയിൽ കിണ്ടി ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യവും പുറത്ത് അദ്ദേഹം ദേഷ്യം വേണ്ട, ഇനി 6 മാസത്തിനകത്ത് തിരഞ്ഞെടുപ്പ് വരണമല്ലോ എന്നുള്ള രീതിയിൽ ഈ ഹഹഹ പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരഞ്ഞെടുപ്പ് പരാജയം അല്ല അവരിവിടെ ചർച്ച ചെയ്ത് പോകുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളായി നടക്കുന്ന പാലക്കാട് നടന്ന സംഭവം BJPയോ RSSോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ആ കരോൾ സംഘത്തെ പയ്യന്മാരെന്തോ കൊച്ചു വന്ന മക്കളെ എന്തോ ആരോ പറഞ്ഞെന്ന് പറഞ്ഞ് അതിപ്പം ഇവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ രക്ഷയില്ലെന്ന് വീണ്ടും വരുത്തുക. അപ്പോൾ ആ ഒരു പ്രക്രിയ സ്ഥിരം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരവാദപരമായ രാഷ്ട്രീയമാണ്. ന്യൂനപക്ഷങ്ങളുടെ ആ ഒരു വികാരം ഉണർത്തിവിട്ടുകൊണ്ട് ഇന്ന് വോട്ട് കരസ്ഥമാക്കുക. ഇപ്പോൾ 6 മാസമേ ഉള്ളൂ. അല്ല, ഈ ന്യൂനപക്ഷത്തെ ഇനിയിപ്പോൾ നോക്കിക്കോ, മുസ്ലിം സമുദായത്തിലെ വോട്ട് പിളർത്താനുള്ള ചില തന്ത്രങ്ങൾ പിണറായി ആവിഷ്കരിക്കും ആണ്. കാരണം അതിന് ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ KM ഷാജി മുസ്ലിം ലീഗിൻ്റെ MLA പറഞ്ഞത്, നമ്മൾ മുസ്ലിമിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി. ഇപ്പം അദ്ദേഹം ആയിരുന്നു ഇപ്പം MLA പരാജയം. അതെ. അപ്പം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നതാണ്. അത് അദ്ദേഹത്തിന് അറിയാം. മലപ്പുറം എന്ന് പറയുന്ന 14 അസംബ്ലി മണ്ഡലവും അദ്ദേഹത്തിന് തന്നെ കിട്ടുമെന്നറിയാം. 16 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് 4-5 കിട്ടുമെന്നറിയാം. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കാസർഗോഡ് നിന്നും കിട്ടുമെന്നറിയാം. എറണാകുളവും UDFന് അനുകൂലമാണ്. മുസ്ലിം ലീഗിന് സീറ്റുണ്ട്. അതുകൊണ്ട് അപ്പം മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രക്രിയയിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മുൻ MLAയും സ്റ്റേറ്റ് ലീഡറുമാണ് പറയുന്നത് ഞങ്ങൾ മുസ്ലിമിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ഒരു കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പ്രതികരിച്ചിട്ടില്ല. കാരണം ഇനി മുസ്ലിം ലീഗിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അധികാരത്തിൽ വരണം. നീണ്ട 3 ടേം ഇവിടെ മാറി നിൽക്കുകയാണ്. അവരുടെ പ്രവർത്തന ഫണ്ടുകളില്ല. അവരുടെ വ്യവസായങ്ങൾക്ക് പല തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ബൈ ചാൻസ് ഐക്യമുന്നണിയിൽ നിന്ന് ജയിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ വരികയില്ല എന്ന് UDFൻ്റെ നേതാക്കൾക്ക് ചിന്തിക്കാൻ ഒക്കുകയില്ല. അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇനി അധികാരമാണ് മുസ്ലിം ലീഗിന് ബലം. അതുകൊണ്ട് നേരെ ടക്കന മറുകണ്ഠം പണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ മുസ്ലിം ലീഗ് വന്നതുപോലെ ആ ഒരു ബാന്ധവ ചർച്ചകൾ, അതിനാണ് നമ്മുടെ പാണക്കാടല്ലല്ലോ മറ്റേ ഇദ്ദേഹം സുന്നി സമസ്ത നേതാക്കളുമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന നേതാക്കൾ സമസ്തയുമായിട്ടൊരു കൂട്ടുകെട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് PFIയുമായിട്ട് കൂട്ടുകെട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയായി കൂട്ടുകെട്ടുണ്ട്. അപ്പോൾ ഐക്യമുന്നണിയുടെ കൂടെ നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ജയിച്ചു കഴിഞ്ഞാൽ ഐക്യമുന്നണി വരാതിരിക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിലേക്ക് മാറും. അപ്പോൾ കേന്ദ്രത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടും ഏകദേശം ഉണ്ടാകും എന്നാണ് ഒരു രാഷ്ട്രീയ വിശകലനം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം
കേരളത്തിനകത്ത് കോൺഗ്രസ് ഭരണം വരരുതെന്ന് കേന്ദ്രത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ ചില രാഷ്ട്രീയ ബാന്ധവങ്ങൾ ഇവിടെ നടക്കും. ആ ബാന്ധവം നടക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു 14 MLA എങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. വീണ്ടും അവർ ഈ സ്വർണ്ണപ്പാളി, ചെമ്പപ്പാളി വിഷയം, വിലക്കയറ്റം, ബാക്കിയുള്ള വിഷയങ്ങൾ, ഡെവലപ്മെൻറ്റുകൾ ഇല്ലാത്തതെല്ലാം ഈ പിണറായിയുടെ 3ാം ടീം വരരുത് എന്ന് പറഞ്ഞ് ജനങ്ങളോട് പ്രവർത്തിക്കുകയും വോട്ട് കരസ്ഥമാക്കുകയും ഭൂരിപക്ഷ MLA മുസ്ലിം ലീഗിന് ഏകദേശം കോൺഗ്രസിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഐക്യമുന്നണിയുടെ കൂടെ മുസ്ലിം ലീഗ് നിൽക്കുകയില്ല, ഇടതുപക്ഷ മുന്നണിയിലേക്ക് അവർ വരും. അവരാവശ്യപ്പെടുന്ന 5ാം മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കർ വരെ കൊടുക്കുകയും ലെഫ്റ്റ് ഡെമോക്രാറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഇവർ കൊടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.